ഞങ്ങൾ വിഷുവായിട്ട് 2 സിനിമയ്ക്ക് പോയി. അപ്പം ആ സിനിമ കണ്ടിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ കണ്ടത് വർഷങ്ങൾക്ക് ശേഷവും പിന്നെ ആവേശം, ഈ 2 സിനിമകളാണ് കണ്ടത്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ റിവ്യൂ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഹാഫ് ഒരു ഇച്ചിരി സ്ലോ ആണ്. എന്താ പറയുക, എല്ലാവർക്കും അത്രയ്ക്ക് ഒരു സ്ലോ പേസിൽ ഇങ്ങനെ പോവുകയാണ്. അത് എല്ലാവർക്കും അതങ്ങനെ ഡൈജസ്റ്റ് ആവണമെന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ ആണ് ഈ സിനിമയുടെ പേസേ മാറുന്നത്. പിന്നെ നിവിൻ പോളിയൊക്കെ വന്ന തമാശ, അതൊക്കെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതായിരുന്നു എനിക്ക് കിട്ടിയ ഒരു ടേക്ക് അവേ. പിന്നെ ഞാൻ കേട്ടത് മ്യൂസിക്. ഇപ്പം വിനീത് ശ്രീനിവാസൻ മൂവീസൊക്കെ വളരെ മ്യൂസിക്കലാണ്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷത്തിൽ മ്യൂസിക് അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നില്ല. ഇതായിരുന്നു എനിക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയെ പറ്റി കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ ഒരു ഇമോഷൻ, അതാണ് ഞാൻ സത്യത്തിൽ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള ഒരു റീസൺ. എനിക്ക് ഈ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. വളരെ എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്താ പറയുക, ആ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു ഇമോഷൻ, ആ ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ ഒരു ടോട്ടൽ ബാലൻസ്, പിന്നെ ആ സിനിമ ചെയ്തിരിക്കുന്ന വിനീത് ശ്രീനിവാസൻ്റെ ഒരു ആത്മാർത്ഥത, അത് നമുക്ക് ആ സിനിമയിൽ കാണാം. ആ കുറേ അണ്ടർലൈൻ ഫാക്ട്സ് എന്നെ വളരെ അഫക്റ്റ് ചെയ്തു. എനിക്കത് ഭയങ്കര ക്ലിക്കായി ഈ സിനിമ. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നു. അത് ഞങ്ങളൊന്നും ഒരുപാട് സംസാരിക്കുക ആ സിനിമയെ പറ്റി. അപ്പം എനിക്ക് അതാണ് ആ ഒരു എന്താ പറയുക, എന്താണ് ആ ഫാക്ടർ എന്ന് ആലോചിക്കുമ്പം അതാണോ വിനീത് ശ്രീനിവാസൻ മാജിക്. ലൈക്ക് നമ്മൾ ഈ വിനീത് ശ്രീനിവാസൻ മാജിക് എന്ന് പറയത്തില്ലേ, അതാണ് ആ സിനിമ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എനിക്കത് ഒട്ടും ഒരു സ്ലോ പേസ്റ്റോ ഒട്ടും ക്ലിക്ക് ആവാതെ വന്നില്ല. കാരണം മേ ബി ഇപ്പം നമ്മളൊരു 80s 90s ചൈൽഡ്ഹുഡ് ഉള്ളവർ, എന്നെ പോലെ ഉള്ളവർക്ക് നമ്മൾ ഈ സിനിമ കഥകൾ കേൾക്കുക, സിനിമ ഫോളോ ചെയ്യുക, മൂവി മാഗസീൻസ് വായിക്കുക, ഓരോ ആക്ടേഴ്സും എങ്ങനെയാണ് ഫീൽഡിലേക്ക് എത്തിയത്, അവരുടെ ഒരു സ്ട്രഗിൾസ്, അങ്ങനത്തെ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് ഈ സിനിമയിലെ ഫസ്റ്റ് ഹാഫ് വളരെയധികം എൻജോയബിൾ ആണ്. കാരണം സ്വാമീസ് ലോഡ്ജ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം സ്വാമീസ് ലോഡ്ജ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കോടമ്പക്കത്തൊരു ലോഡ്ജിലാണ് പഴയ ആക്ടേഴ്സൊക്കെ നിന്നിരുന്നതെന്നും, പിന്നെ അവിടെ പോയി അവരുടെ ആ ഒരു സ്ട്രഗിൾസ്, ആ ഒരു സിനിമയിലേക്ക് കയറി പറ്റാനായിട്ട് എങ്ങനെയൊക്കെയാണ് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ തട്ടി. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ മേക്കിംഗ്, ആ ഒരു കാലഘട്ടം എത്ര രസകരമായിട്ടാണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ഒരു റെട്രോ ഇഫക്റ്റ് നല്ല രസമായിട്ട് കൊണ്ടുവന്നു. പിന്നെ എനിക്ക് പറയേണ്ടത് ഇതിലെ പെർഫോമൻസസ്. ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ്റെ ബെസ്റ്റാണ്. ഇപ്പം ധ്യാൻ ഇൻ്റർവ്യൂസിൽ പറയുമല്ലോ, നല്ല ഡയറക്ടേഴ്സ് എന്നിൽ നിന്നും ഡിമാൻഡ് ചെയ്താൽ ഞാൻ ഇങ്ങനെ അങ്ങ് കൊടുക്കും എന്നൊക്കെ ഇന്നാൾ ബേസിലൊക്കെ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടോ. അത് സത്യമാണ്. ഇതിൽ വിനീത് ശ്രീനിവാസനെ പോലെയുള്ള ഒരു ഡയറക്ടർ കറക്റ്റ് മീറ്റർ ധ്യാനിൻ്റെ കയ്യിൽ നിന്ന് അബ്സോർവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ധ്യാൻ അത് പെർഫെക്റ്റ് ആയിട്ട് റെൻഡർ ചെയ്തിട്ടുമുണ്ട്. പിന്നെ പ്രണവ് മോഹൻലാൽ, ഇപ്പം പ്രണവിനെ പറ്റി ഞാൻ കുറച്ച് റിവ്യൂസിൽ കേട്ടു. ചില സ്ഥലങ്ങളിൽ ആ ഡബിങ് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല, ചിലയിടത്ത് പ്രണവ് ഇച്ചിരി ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നി. പക്ഷേ എനിക്കത് ഫീൽ ചെയ്തില്ല. കാരണം പ്രണവ് ഇസ് എ ബഡിങ് ആക്ടർ. പ്രണവ് ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്ത് സീസൺഡ് ആയിട്ടുള്ള ഒരു ആളല്ല. പക്ഷേ ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് മൂവീസും റോൾസും വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി പ്രണവ് ഇത് വളരെ നല്ലതായിട്ടാണ് റെൻഡർ ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്താ പറയുക, ഒരു സീൻ പോലും എനിക്കിപ്പം പ്രണവിന് അങ്ങോട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയില്ലെന്നോ അല്ലെങ്കിൽ ഇതത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല, അങ്ങനെ ഒരു ഫീലിംഗേ എനിക്ക് കിട്ടിയിട്ടില്ല ഈ സിനിമയിൽ പ്രണവ് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ എൻ്റെ ഇതിലെ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് ഫാക്ടറാണ് ഷാൻ റഹ്മാൻ ഇങ്ങനെ ഒരു വശമുണ്ടെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരിക്കുമ്പോൾ എത്ര ഡീസൻ്റായ ഒരു മനുഷ്യനാണ്. പക്ഷേ ഇതിലെ ഷാൻ റഹ്മാൻ്റെ പെർഫോമൻസ്, ആ ഒരു മേക്കപ്പും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും മാനറിസവും, ഇതൊക്കെ കൂടെ എനിക്ക് പണ്ടത്തെ കാലത്തെ സിനിമയിലൊക്കെ നമ്മുടെ ഉമ്മറൊക്കെ വരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഔട്ട് ഓഫ് ദ വേൾഡ് കേട്ടോ. ഷാൻ റഹ്മാൻ്റെ ഒരു കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷേ ഉള്ള സമയം ഞാൻ എൻജോയ് ചെയ്ത് കണ്ടിട്ട്. പിന്നെ
നമ്മുടെ റിവ്യൂവേഴ്സ്, ബാക്കി റിവ്യൂവേഴ്സ് പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫ് വേറൊരു ലെവലാണ്. ഈ മൂവിയുടെ ഗിയർ അങ്ങ് ഷിഫ്റ്റ് ആവും സെക്കൻഡ് ഹാഫ് തൊട്ട്. പിന്നെ ഭയങ്കര സെൽഫ് ട്രോളും അതൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ള. പക്ഷെ ശരിക്കും പറയാതിരിക്കാൻ വയ്യ, നിവിൻ പോളി തകർത്തു കേട്ടോ. എനിക്ക് സത്യം പറയാൻ നിവിൻ്റെ ഇത് കണ്ട് നിവിൻ്റെ അതിൽ കുറേ ഡയലോഗ്സും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പോയി, ദൈവമേ നിവിന് കുറച്ച് നല്ല കോമഡി റോൾസ് വിത്ത് ലൈക്ക് നല്ല സക്സസ്ഫുൾ മൂവീസ് നിവിന് കിട്ടണേ. ആ പാവം ഒന്നുമില്ലെങ്കിലും ഒറ്റയ്ക്ക് പടവെട്ടി വന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് കുറച്ച് നല്ല സിനിമകൾ കിട്ടണേന്ന് ഞാൻ സത്യത്തിൽ പ്രാർത്ഥിച്ചു പോയി. പിന്നെ നീരജ് മാധവ് കുറച്ച് നേരെയുള്ള, പക്ഷെ ഉള്ള സമയത്ത് കുറച്ച് ഡയലോഗും പുള്ളിയുടെ ആക്ഷനും ഒക്കെ വളരെ വളരെ രസകരമുണ്ട്. പിന്നെ ബേസിലിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയേ വേണ്ടല്ലോ. എനിവേ, ജോക്സ് അപ്പാർട്ട്, എല്ലാവരും ആ സിനിമ, ഐ മീൻ അതിന് കൂഡോസ് ടു വിനീത് ശ്രീനിവാസൻ. ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായ സ്പേസ് ഉണ്ട്. എല്ലാവരും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. അവർ വന്ന് കുറച്ച് ചെയ്തു പോയിട്ടുള്ള റോള് പെർഫെക്റ്റ്, വെരി ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശകൾ കൊള്ളേണ്ട രീതിയിൽ കൊള്ളിച്ച് എന്നാൽ ഹ്യൂമറസ് ആയിട്ട് ആ ഒരു എന്താ പറയുക, ശ്രീനിവാസൻ്റെ ആ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ നമുക്ക് കാണാം കേട്ടോ വിനീത് ശ്രീനിവാസൻ്റെ റൈറ്റിങ്ങിൽ. ഐ സോ ഹാപ്പി. ലൈക്ക് എന്താ പറയുക, ഇപ്പം ഇതിലിപ്പം പറയുന്നല്ലോ അവൻ്റെ മോനും ഇവൻ്റെ മോനും ഒക്കെ ഉണ്ട്, നമ്മുടെ വിനീതും ധ്യാനും പ്രണവും. പക്ഷെ ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഇത്രയും ഭംഗിയായിട്ട് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. ലൈക്ക് നമ്മളൊക്കെ കണ്ട് വളർന്ന ലാലേട്ടൻ്റെയും ശ്രീനിവാസിൻ്റെയും ഒക്കെ മക്കൾ ഇങ്ങനെ ഈ ലെഗസി ക്യാരി ഫോർവേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് സോ വണ്ടർഫുൾ. പിന്നെ ഞാൻ ശരിക്കും ഇപ്പം കണ്ടോ, എനിക്ക് ശരിക്കും ഇമോഷണലായി പോയി. ഇതായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഇമോഷൻ. എനിക്കൊരു ഭയങ്കര കണക്റ്റായി. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സിനിമ. പിന്നെ അതുപോലെ ഇതിലെ മ്യൂസിക്, ഇപ്പം ഞാൻ റിവ്യൂവിൽ കേട്ട പോലെ ഒരുപാട് നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല മ്യൂസിക് എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷേ എനിക്ക് ആ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് അതിലെ ജ്ഞാപകം എന്നുള്ള പാട്ട് ഇങ്ങനെ എന്നെ ഹോണ്ട് ചെയ്യുക. ഈ സിനിമ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഞാൻ ഈ പാട്ട് ഇങ്ങനെ മൂളുന്ന് കേൾക്കുന്നു. എനിക്ക് പിന്നെയും പിന്നെ ഇത് കേൾക്കണമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഈ പാട്ട് കേട്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ നോക്കിയത്. എന്താ അപ്പം നോക്കിയപ്പോൾ ആരാ, മ്യൂസിക് ഡയറക്ടർ അമൃത് രാംനാഥ്. അത് നമ്മുടെ ബോംബെ ജയശ്രീയുടെ മോനാണ്. ഇപ്പോൾ ബോംബെ ജയശ്രീ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സിംഗറാണ്. ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിക്കാരത്തിയുടെ. അപ്പോൾ ബോംബെ ജയശ്രീയുടെ മോൻ ചെയ്തതാന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലൊരു നോ വണ്ടർ വൈ ഇത്രയും നന്നായി എന്നൊരു തോന്നൽ. പക്ഷെ അമൃത്തിൻ്റെ ഒരു മ്യൂസിക് എനിക്ക് തോന്നിയത് ഭയങ്കര ഒരു ഒരു എന്താ പറയുക, ഒരു നമ്മുടെ റൂട്ട്സിൽ നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മെലഡിയാണ് എല്ലാം അതിലും. ഇപ്പം പഴയ കാലത്ത് നമ്മളിപ്പം ഇളയരാജ, വിദ്യാസാഗർ ഇവരുടെയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലൊരു ഒരു ഹെവി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വീഴുന്ന ഒരു പാട്ടില്ലേ, അങ്ങനത്തെ പാട്ടുകളാണ് എനിക്ക് ഇതിൽ തോന്നിയത് സത്യം പറയുക. എസ്പെഷ്യലി ജ്ഞാപകം. അപ്പം ഞാൻ ഓർത്ത് അതാണ് ഇതിലെ പാട്ടെന്ന് ഏറ്റവും എന്നെ സ്ട്രൈക്ക് ചെയ്തത്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ രാവിലെകൾ ഞാനിപ്പോൾ ഇരുന്ന് ഇങ്ങനെ ഇതിലെ ഫുൾ ട്രാക്സ് കേൾക്കുമ്പോൾ എല്ലാ പാട്ടുകളും ഭയങ്കര രസം. ഇപ്പം മധു പകരൂ എന്നുള്ള പാട്ട് ആദ്യം എനിക്ക് അത്രയ്ക്ക് അതങ്ങോട്ട് തോന്നിയില്ല. പക്ഷെ പിന്നെ കേട്ട് വരുമ്പോൾ ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ മെലഡി. പിന്നെ ഹിഷാം പാടുന്ന ഒരു പാട്ടില്ലേ, അത് എന്തൊരു എനർജിയാ, ലൈക്ക് എന്തൊരു സച്ച് എൻ അപ്ലിഫ്റ്റിംഗ് പാട്ട്. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു എന്താ പറയുക, ഒരു സക്സസ്സിലേക്ക് കയറി പോകുന്ന പോലെ ഒരു അപ്ലിഫ്റ്റിംഗ് പാട്ട്. ഇൻ ടോട്ടൽ എനിക്ക് ഇതിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെയധികം ബോധിച്ചു. സത്യം പറഞ്ഞാൽ ഈ സിനിമ, ഇതിലെ മ്യൂസിക്, വിനീത് ശ്രീനിവാസൻ, താങ്ക് യു കേട്ടോ. നിങ്ങളൊരു സംഭവമാണ്, പറയാതിരിക്കാൻ വയ്യ. ഇത്രയും ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് എല്ലാവർക്കും സ്പേസും കൊടുത്ത് ഇതുപോലെ ഒരു പീസ് ഓഫ് വർക്ക് ചെയ്യാൻ പറ്റിയതിന് താങ്ക് യു. നിങ്ങളുടെയൊക്കെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ഞാൻ ഓർക്കുമ്പോൾ എങ്ങനെ ഈ ധ്യാനെയും ബേസിലിനെയൊക്കെ കൊണ്ട് ഒരു ഫ്രെയിമിൽ ഒപ്പിച്ചു, ഇതെങ്ങനെ അവിടെ ഒരു എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ കൂഡോസ് ടു യു. ഇത് ഭയങ്കര രസമുള്ളൊരു സിനിമ കേട്ടോ, ആരും കാണാൻ പോകാൻ മടിക്കരുത്. പിന്നെ ഇതിൽ നിവിൻ പറയുന്ന പോലെ എത്രയോ കഥകൾ കേട്ടു, കാര്യമില്ല എന്നൊക്കെ പറയുന്ന പോലെയാ. എത്രയോ പ്രാവശ്യം ഞാൻ വീഡിയോ ഇടണമെന്ന് ആലോചിച്ചു, നടക്കുന്നില്ല. എന്ത് വീഡിയോ ഇടണമെന്ന് ആലോചിച്ചു, എന്നിട്ടും ഒന്നും ശരിയാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ വർഷങ്ങൾക്ക് ശേഷം വേണ്ടി വന്നു എനിക്കും ഒരു വീഡിയോ ഇടാൻ.
പക്ഷേ ഈ ഒരു ഇമോഷൻ ഞാനിത് ഷെയർ ചെയ്തില്ലെങ്കിൽ അത് ഫെയർ ആവില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ബ്യൂട്ടിഫുൾ.